ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് എടപ്പാൾ സഫാരി ഗ്രൗണ്ടിലുള്ള മറൈൻ കാണാനാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ളിലേക്കുള്ളൊക്കെ ഒരു ഫസ്റ്റത്തെ എൻട്രിയാണത്. അടിപൊളിയാണ്, നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ കൂട്ടും കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാവരും കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു സർപ്രൈസ് ഉണ്ട്. അതാണ് എല്ലാവരും കൂടി വരാൻ കാരണം തന്നെ. ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്യണത് കേട്ടോ, ഭയങ്കര തണുപ്പ്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ കൂട്ടം കൂടി നിൽക്കണേ. നമ്മളെ കൂട്ടം കൂടിയത് ഒഴിഞ്ഞപ്പോഴാണ് നമ്മളും വന്ന് നോക്കിയത് എന്താണ് ഇവിടെ എന്ന്. നോക്കുമ്പോൾ ഈ രണ്ട് കഴലിൽ നിന്ന് വരുന്ന ഭയങ്കര നല്ല തണുപ്പുള്ള കാറ്റാണ്. അതാണ് എല്ലാവരും ഇവിടെ തന്നെ വന്ന് നിൽക്കണമെന്ന് മനസ്സിലായി. പിന്നെ നല്ല അടിപൊളി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മരങ്ങൾ, അപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല രസമുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ വരാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഇതാണ്. കുറേ ആൾക്കാരെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ജമ്മു കാശ്മീർ ഫീൽ തന്നെ. കണ്ട ചില ചെറിയ മക്കൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ചെറിയ അക്വേറിയങ്ങളാണ്. അക്വേറിയങ്ങളിലൊക്കെ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അക്വേറിയത്തേക്കുള്ള എൻട്രിയാണ്. ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ, തണുപ്പ് കൊള്ളാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറിയ ചെറിയ മീനുകൾ, കളർ മീനുകളാണ് ഇതൊക്കെ. ഒരുപാട് മീനുകൾ കാണാൻ തന്നെ എന്തോ ഒരു രസമാണെന്ന് അറിയാം. ഭയങ്കര തണുപ്പ്. അടിപൊളി മീനുകളാണ്. ഇത് കുറച്ചും കൂടി വലിയ മീനുകളാണ്. ചെറിയ മീൻ മുതൽ വലിയ മീൻ വരെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. കണ്ട ചെറിയ മീനുകൾ. അങ്ങനെ നമ്മൾ മറ്റേ ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, അതായത് നമ്മൾ ചുറ്റോറും മീനുകളാണ് ഇങ്ങനെ പോകുന്നത് വെള്ളത്തിൽ. നല്ല തിരക്കാണ്. നമ്മൾ ചെറിയ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരെ കൈ പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ അവർ മിസ്സായി പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ചുറ്റോറും കണ്ട് നല്ല അടിപൊളി സീനാണ് കേട്ടോ. ഒരുപാട് മീനുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള മീനുകളുണ്ട്. നല്ല തിരക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയി. കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി മീനുകൾ. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ. ഒരുവിധം എല്ലാവർക്കും ഇത് കണ്ടാൽ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. അടിപൊളി മീൻ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അതിതാണ് കേട്ടോ, മത്സ്യകന്യക. ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമായിരുന്നു കേട്ടോ. മത്സ്യകന്യകയുള്ള സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. വളരെ എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്കും ഒരു കിസ് കിട്ടി മത്സ്യകന്യകയുടെ അടുത്തുനിന്ന്. നല്ല രസമായിരുന്നു കാണാൻ. നല്ല തിരക്ക്, ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ അവിടെയായിരുന്നു തിരക്ക്. പിന്നെ നമ്മളങ്ങനെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി പ്ലേ ഗ്രൗണ്ടിലേക്ക് എത്തി. അവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊക്കെ, മറ്റേ തീവണ്ടിയും പിന്നെ കുട്ടികൾക്ക് ഇരിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളൊരുവിധമൊക്കെ എല്ലാത്തിനും കയറി. അതിനൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഫ്രണ്ട്സിനായിട്ടും ഫാമിലിനായിട്ടും എല്ലാവർക്കും പോകാൻ പറ്റിയ സ്ഥലമാണ് എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. ഓക്കെ, ബൈ.